അടുത്ത് നമ്മൾ പവർ സീരീസിൻ്റെ തന്നെ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനാണ് നോക്കുന്നത്. ടു ഡിഫറൻഷിയേറ്റ് ഓർ ഇൻറ്റഗ്രേറ്റ് എ പവർ സീരീസ് വിത്തിൻ ഇറ്റ്സ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ, ഡിഫറൻഷിയേറ്റ് ഓർ ഇൻറ്റഗ്രേറ്റ് ടേം ബൈ ടേം ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ. അപ്പോൾ അതിലെ ഏറ്റവും വലിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പവർ സീരീസിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ സിഗ്മ എ എൻ എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു എൻ എന്നാണ്. ഇതിൽ ഈ ഒരു എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ ആവുമ്പോഴാണ് നമ്മളുടെ എന്ത് വരുന്നത്, നമ്മളുടെ പവർ സീരീസിൻ്റെ കൺവേർജൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ സീരീസിൻ്റെ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു എന്നിൻ്റെ ഡിഫറൻസിയേഷൻ്റെ വാല്യൂ ഇതാണ് വരുന്നത്. അതേപോലെ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള വാല്യൂ ഇതാണ് വരിക. അപ്പോൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക, ബൈഹാർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ദ റിസൾട്ടിങ് സീരീസ് കൺവേർജസ്, ഈ എപ്പോഴും പവർ സീരീസ് കൺവേർജ് ചെയ്യുക എപ്പോഴാണ്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ ആവുമ്പോഴാണ്. ഇതിൽ എക്സ് നോട്ട് 0 ആകുമ്പോൾ മോഡ് എക്സ് ഈസ് ലെസ് ദാൻ ആർ ആവുമ്പോൾ. ഓക്കെ, അപ്പോൾ അതും ഓർത്ത് വയ്ക്കാം. നമുക്ക് പ്രോബ്ലം നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 മൈനസ് എക്സ് ഫൈൻ സീരീസ് ഫോർ എഫ് ഡാഷ് എക്സ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1 മൈനസ് എക്സ് ആണ്. 1/1 മൈനസ് എക്സ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് റേഷ്യോ എക്സ് കൺവേർജസ് ടു 1/1 മൈനസ് എക്സ് ഫോർ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. നമുക്ക് തന്നിട്ടുള്ളൊരു ജോമെട്രിക് സീരീസാണ്. ആ ജോമെട്രിക് സീരീസിൻ്റെ ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ എന്ത് വരുന്നത്, എക്സ്. കാരണം എന്താ വെച്ചാൽ a/1 മൈനസ് ആർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 1/1 മൈനസ് എക്സ് ഇവിടെ എന്താണ്, മോഡ് ആർ എന്ന് പറഞ്ഞത്, മോഡ് എക്സ് എന്ന് പറഞ്ഞത് ഈസ് ലെസ് ദാൻ 1 എന്നാണ് മീനിങ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 മൈനസ് എക്സ്, ഫസ്റ്റ് ടേം 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എന്നാണ് വരിക. ദെൻ -1 ലെസ് ദാൻ എക്സ്. ദെൻ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ 1/1 മൈനസ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 മൈനസ് എക്സിനെ 1 മൈനസ് എക്സ് ഓൾ റേസ് ടു -1 എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് വരും, -1 ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു -1 വരും. സോ -1 മൈനസ് എക്സ് ഇൻറ്റു -2 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, -1/1 മൈനസ് എക്സ് ഓൾ സ്ക്വയർ എന്നാണ് നമ്മളുടെ എന്ത് വരിക, ഫസ്റ്റ് ഡെറിവേറ്റീവ് വരിക. സോ നമുക്കിവിടെ എന്തില്ല, പവർ സീരീസ് ആണ്, മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അവിടെ മോഡുലസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെ എന്ത് പോവും, എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ നെഗറ്റീവ് പോവും. സോ 1 + 2x + 3x² + 4x³ + എക്സെട്ര + nx റേസ് ടു n-1 എന്നുള്ള ആ ഒരു രൂപത്തിലാണ് നമ്മളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരിക. ഇനി അതേപോലെ തന്നെ സിമിലർലി സെക്കൻഡ് ഡെറിവേറ്റീവും കാണാം. ഓക്കെ, സിമിലർലി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. ഇനി അടുത്ത റൈറ്റ് ഡൗൺ പവർ സീരീസ് ഫോർ x/1 + x² log 1 + x² ആൻഡ് tan ഇൻവേഴ്സ് ഓഫ് x where do they converge. അത് ഈ സീരീസിൽ എവിടെ വെച്ചിട്ടാണ് അത് കൺവേർജ് ചെയ്യുന്നത്, ഏത് വാല്യൂലാണ് കൺവേർജ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫസ്റ്റ് എന്താണെന്നറിയാം, അതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ 6. അങ്ങനത്തെ ഒരു സീരീസ് ആകുമ്പോൾ നമ്മുടെ സീരീസിൻ്റെ ഫോം ഇതാണ് വരിക, 1/1 മൈനസ് ആർ എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ആ 1/1 മൈനസ് ആറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ വരും. നമുക്ക് കിട്ടേണ്ടത് എന്താ, x/1 + x² എന്നാണ്. സോ 1/1 + x²ഉം 1/1 മൈനസ് ആറും എന്താണ്, സിമിലർ ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ ആറിൻ്റെ സ്ഥലത്ത് x² ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു ടേം എന്തായിട്ട് മാറും, 1 പ്ലസ് ആറിൻ്റെ സ്ഥലത്ത് x² പ്ലസ് r² സ്ഥലത്ത് x² ഓൾ സ്ക്വയർ പ്ലസ് x² ഓൾ ക്യൂബ്. അങ്ങനെയും നമ്മളുടെ ടേംസ് വരിക. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ഇവിടെ -6 ആകുമ്പോഴാണ് ഇത് വരുന്നത്, ഇവിടെ +x² ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും വരും. ദെൻ ഇനി നമുക്ക് എന്ത് വേണം, ഈ ഒരു സീരീസ് കിട്ടണമെങ്കിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x/1 + x² ആണ്. സോ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x/1 + x² മൊത്തം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ x - x³ + x⁵ - x�7. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം ഇവിടെ നമുക്ക് ഈ ജോമെട്രിക് സീരീസ് നമ്മൾ എഴുതിയിരിക്കുന്നത് 1/1 മൈനസ് ആറിനാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1/1 + x² ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ നെഗറ്റീവും കൂടി വന്നു, അതുകൊണ്ടാണ് ത്രൂ ഔട്ട് നെഗറ്റീവ് ആക്കിയത്. ദെൻ ദി പവർ സീരീസ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി എബോവ് ഇക്വേഷൻ കൺവേർജസ് ഫോർ മോഡുലസ് x ലെസ് ദാൻ 1. ഇവിടെ ഇതിന് നമ്മൾ മോഡുലസ് ഓഫ് x ലെസ് ദാൻ 1 എന്ന് എഴുതിയാൽ മതി. ആൻഡ് ഡൈവേർജസ് എൽസ്വെയർ. നമുക്ക് എന്ത് പറയാം, നമുക്ക്
power series on the right side of the above equation converges for modulus of x less than 1 and diverges elsewhere. Mod x less than 1 ൻ്റെ സ്ഥലത്ത് converges ആണ്, ബാക്കി എല്ലായിടത്തും എന്താണ് diverges ആണെന്ന് പറയാം. ഓക്കെ. ഓൾസോ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വരിക 2x ബൈ, അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി, കൺവേർജൻസ് ആണ് എവിടെ മോഡ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ. ആൻഡ് ഇനി നമുക്ക് നോക്കേണ്ടത് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ കേസാണ്. അപ്പോൾ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇല്ലേ, ആ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ അതിൻ്റെ കൂടെ ഒരു 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ്. ഓക്കെ. ആൻഡ് സോ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റഗ്രേഷനാണ് ഈ വാല്യൂ എന്നാണ് വരുന്നത്. അതായത് ഈ നമുക്കിപ്പോൾ കിട്ടിയ ഇതുണ്ടല്ലോ, ഇത് കൺവേർജൻസ് ആണ് നമുക്ക് കിട്ടി. ഇനി അതിനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും, ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരിക്കും നമ്മളുടെ ആൻസർ. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഹിയർ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വാസ് ഡ്രോപ്ഡ് സിൻസ് വെൻ എക്സ് ഈക്വൽ ടു 0 ലോഗ് ഓഫ് 1 ഈക്വൽ ടു 0. This series converges for mod x less than 1 and also for x equal to plus or minus 1. Since at x equal to plus or minus 1, this series is alternating. Now d by dx of tan inverse of x equal to 1 by, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഇവിടെ അതായത് ഈ ഒരു എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്താണ്, കൺവേർജൻസ് ആണ്. അപ്പോൾ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും, കൺവേർജൻസ് ആയിരിക്കും. ഈ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ലെസ് ദാൻ 1ലാണ് കൺവേർജൻസ് വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എവിടെയായിരിക്കും, മോഡ് എക്സ് ലെസ് ദാൻ 1ലായിരിക്കും കൺവേർജൻസും വരിക. ഇനി തേർഡ് വൺ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അതായത് സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ അത് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടും. ഹെൻസ് ഫ്രം ഇക്വേഷൻ 1 വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 6 പ്ലസ് എക്സെട്ര. ഇനി ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1ൻ്റെ ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ എക്സ് വരും, എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 വരും, എക്സ് റേസ് ടു 4ൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് റേസ് ടു 5 ബൈ 5 മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 വരും. Here constant of integration was dropped since when x equal to 0. Tan inverse 0 equal to 0. x equal to 0 ആകുമ്പോൾ tan inverse of 0 equal to 0 ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടി, 1 by 1 plus x square. അതായത് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ഒരു സീരീസ് എന്തായിട്ട് വന്നു, നമുക്ക് കൺവേർജൻസ് വന്ന് കിട്ടി. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയാം, 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സീരീസും കൺവേർജസ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതാണ് ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ്റെ കേസിൽ പറയുന്നത്. ഇനി അടുത്ത് ഓൾജിബ്രൈക് ഓപ്പറേഷൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഡിയസ് ഓഫ് കൺവേർജൻസ് പവർ സീരീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഓപ്പറേഷൻസ് ആണ് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോമിലുള്ള പവർ സീരീസും ജി ഓഫ് എക്സ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോമിലുള്ള പവർ സീരീസാണ്. എഫ് ഓഫ് എക്സിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 6 എന്നും ജി ഓഫ് എക്സിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എസ് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് 6ഉം എസും ആണ്. ടി ഈസ് ദി സ്മോളർ ഓഫ് ആർ ആൻഡ് എസ്. ആ റേഡിയസ് എഫ് ഓഫ് എക്സിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിനേക്കാളും അതേപോലെ ജി ഓഫ് എക്സിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിനേക്കാളും ചെറുതായിട്ട് നമ്മൾ എന്തെടുത്തു, ടീനെ ചൂസ് ചെയ്തു. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് രണ്ട് പവർ സീരീസ് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ എ എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ടാണെന്ന് പറയാം. സോ മോഡ് എക്സ് ലെസ് ദാൻ ടി. ഈ ആറും എസിനേക്കാളും ചെറിയൊരു വാല്യൂന് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും സി ഇൻറ്റു എ എൻ എക്സ് റേസ് ടു എൻ വരും. അതേപോലെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് വരും, എഫ് ഓഫ് എക്സ് രണ്ട് പവർ സീരീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താ വരിക, അത് തന്നെയാണ് വരിക. അല്ല, പവർ സീരീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സിഗ്മ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ആൻഡ് സിഗ്മ എം ഈക്വൽ ടു 0 to എൻ എ എം ബി എൻ മൈനസ് എം എക്സ് റേസ് ടു എൻ. അതായത് ഇവിടെ രണ്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇതൊന്നും നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കാം.
ആൻഡ് ഇഫ് ബി നോട്ട് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity സി എൻ എക്സ് റേസ് ടു എൻ ഫോർ എക്സ് നിയർ 0 വേർ ദി സി എൻസ് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ലോങ് ഡിവിഷൻ. അതായത് എ എൻ ബൈ ബി എന്നിൻ്റെ നമ്മൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്തു, സി എൻ എഴുതി. ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് എഫ് ബൈ ജി റിക്വയർസ് ഫർദർ ആൻസർ. അത് വേണ്ട. അപ്പോൾ ഈ 4 ഓപ്പറേഷൻസ് എന്തായാലും പഠിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മൾട്ടിപ്ലിക്കേഷനാണ്. Then next നോക്കാം, റൈറ്റ് ഡൗൺ പ്രോബ്ലം ആണ്. റൈറ്റ് ഡൗൺ പവർ സീരീസ് ഓഫ് ദി ഫോം സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity a n x raised to n for 2/3 minus x, 5/4 minus x and 23 minus 7x divided 3 minus x into 4 minus x. What are the radius of convergence? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ എ എൻ എക്സ് റേസ് ടു എൻ എന്നുള്ള രൂപത്തിൽ ഈ 3 പവർ സീരീസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം 2/3 മൈനസ് എക്സിൻ്റെ എഴുതാം. സോ 2/3 മൈനസ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, ജോമെട്രിക് സീരീസ് ആക്കി എഴുതുന്നതാണ് എപ്പോഴും. നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പോഴും ജോമെട്രിക് സീരീസിൻ്റെ രൂപത്തിലേക്ക് എഴുതുമായിരിക്കും നല്ലത്. ഓക്കെ, അല്ല സോറി, നമുക്കിവിടെ തന്നിട്ടുള്ള എന്താ, പവർ സീരീസിൻ്റെ ഫോമിൽ തന്നിട്ടുണ്ട്. നമ്മളോട് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ 2/3 മൈനസ് എക്സിൽ ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ഡിവൈഡഡ് എ എൻ ഒന്നും വെച്ച് കാണാനില്ല. നമുക്ക് തന്നിട്ടുള്ളത് ഒരു പവർ സീരീസിൻ്റെ ഫോമാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, 2/3 ഔട്ട് സൈഡ് എടുക്കാം, 2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്തായി മാറും, 1/3 മൈനസ് എക്സ് എന്നായിട്ട് മാറും. അപ്പോൾ താഴെ നമ്മൾ എന്ത് ചെയ്യുക, 3 ഔട്ട് സൈഡിൽ എടുക്കുക. സോ 3 ഔട്ട് സൈഡിൽ എടുത്താൽ 1/1 മൈനസ് എക്സ് ബൈ 3 എന്നായി. ഇതെന്തായിട്ട് മാറി, ജോമെട്രിക് സീരീസ് വിത്ത് എ ഈക്വൽ ടു 1 ആർ ഈക്വൽ ടു എക്സ് ബൈ 3 ആയിട്ട് മാറി. ഓക്കെ, ആർ ഈക്വൽ ടു എക്സ് ബൈ 3. സോ 2/3 സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity എക്സ് ബൈ 3 ഓൾ റേസ് ടു എൻ എന്നായിട്ട് മാറി. ഇത് എക്സ് ബൈ 3 ഓൾ റേസ് ടു എൻ. സോ ഇപ്പോൾ നമുക്കൊരു പവർ സീരീസിൻ്റെ ഫോം വന്നു. അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ 3 റേസ് ടു എൻ ഉണ്ടല്ലോ, 3 റേസ് ടു എന്നിനെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് 2/3 റേസ് ടു എൻ പ്ലസ് 1 എക്സ് റേസ് ടു എൻ മോഡ് എക്സ് ബൈ 3 ലെസ് ദാൻ 1. എക്സ് ബൈ 3 കാരണം എന്താ വെച്ചാൽ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ എക്സ് ബൈ 3 ആണ്. ഇൻ ദി എബവ് സീരീസ് ദി റേഷ്യോ ഓഫ് സക്സസീവ് കോഎഫിഷ്യൻസീസ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ഒരു പവർ സീരീസിൻ്റെ ഫോർമാറ്റ് കിട്ടി. ഈ ഒരു ഫോമിൽ എഴുതിയാലാണ് പവർ സീരീസ് ഉള്ളൂ. ഇനി നമ്മളോട് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ 2/3 റേസ് ടു എൻ പ്ലസ് 1 ഇതാണ് നമ്മളുടെ എ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എ എൻ പ്ലസ് 1 ഡിവൈഡഡ് എ എൻ കാണാം, ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി. സോ 2/3 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 1, സോ എൻ പ്ലസ് 2 ഡിവൈഡഡ് 2/3 റേസ് ടു എൻ പ്ലസ് 1 വരും. 2ഉം 2ഉം ക്യാൻസലായി. ദെൻ 3 റേസ് ടു എൻ പ്ലസ് 1ഉം 3 റേസ് ടു എൻ പ്ലസ് 2ഉം വരും. അപ്പോൾ ഇവിടെ 3 റേസ് ടു എൻ പ്ലസ് 1ഉം 3 റേസ് ടു എൻ പ്ലസ് 2 വരുമ്പോൾ ഡിനോമിനേറ്ററിലാണ് വലുത് വരുന്നത്. സോ 1/3 എന്ന് ആൻസർ വരും. ഈ 3 റേസ് ടു എൻ പ്ലസ് 1 വരെ ഉള്ളത് 3 റേസ് ടു എൻ പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ ഹെൻസ് ദ റേഡിയസ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എൽ ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. ദെൻ ആർ ഈക്വൽ ടു എന്താ 1/L. 1/L എന്ന് പറഞ്ഞാൽ 1/1/3. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് വരും. ഇനി അതേപോലെ സിമിലർലി 5/4 മൈനസ് എക്സ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 5നെ പുറത്തെടുത്തു, 4നെ ഓട്ടോമാറ്റിക് പുറത്തെടുത്തു. ദെൻ 1/1 മൈനസ് എക്സ് ബൈ 4. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ എക്സ് ബൈ 4 എന്ന് വരും. സോ 5/4 റേസ് ടു എൻ പ്ലസ് 1 എക്സ് റേസ് ടു എൻ. അതായത് ഇവിടെ 4 റേസ് ടു എൻ പ്ലസ് 1 വരാൻ കാരണം വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു 4 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ ഇവിടെ 4 റേസ് ടു എൻ ആണ് വരുന്നത് ജോമെട്രിക് സീരീസ്. ആൻഡ് ആ 4 റേസ് ടു എന്നിൻ്റെ കൂടെ ഒരു 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 റേസ് ടു എൻ പ്ലസ് 1 വരും. ആൻഡ് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് ബൈ 4 ലെസ് ദാൻ 1. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എല്ല് കണ്ടെത്തുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, 1/4 ആണ് വരുന്നത്. സോ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വരും, 4 എന്ന് വരും. ഇനി നമുക്ക് കണ്ടെത്തുന്നത് 23 മൈനസ് 7x ഡിവൈഡ് 3 മൈനസ് എക്സ് 4 മൈനസ്. ഇതുവരെ ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ആകെ ഒറ്റ ടേമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 2 ടേം ഉണ്ട്. ഇപ്പോൾ 2 ടേം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, വേറെ 2 ഈ ഒരു സീരീസ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. സോ a/3 മൈനസ് എക്സ് പ്ലസ് b/4 മൈനസ് എക്സ് എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കാം, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 23 മൈനസ് 7x ഈക്വൽ ടു a into 3 minus x into 4 minus x divided 3 minus x plus അതേപോലെ b into 3 minus x into 4 minus x divided 4 minus x. അപ്പോൾ 4 minus x ഉം 4 minus x ഉം ക്യാൻസൽ ആയപ്പോൾ 3 minus x ഉം 3 minus x ഉം ക്യാൻസലായി. അപ്പോൾ എന്തേ ഉള്ളൂ, a into 4 minus x ഉം b into 3 minus x ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എന്തായി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ പുട്ടിങ് x ഈക്വൽ ടു 4 ആകുമ്പോൾ
എക്സ് ഈക്വൽ ടു 4ഉം നമുക്കിപ്പോൾ ഇവിടെ 4 - എക്സും അതേപോലെ 3 - എക്സും ഉള്ളത്. അത് ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു 3ഉം രണ്ട് വാല്യൂസാണ് എക്സിനുള്ളത്. സോ എക്സ് ഈക്വൽ ടു 4 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടെത്താൻ പറ്റും. എൻ്റെ വാല്യൂ 5ഉം എയുടെ വാല്യൂ 2ഉം അതേപോലെ ബിയുടെ വാല്യൂ 5 എന്ന് വന്നു. എക്സ് ഈക്വൽ ടു 4 കൊടുക്കുമ്പോൾ നമുക്ക് എൻ്റെ ബിയുടെ വാല്യൂ കിട്ടും. എക്സ് ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ എയുടെയും ബിയുടെയും വാല്യൂ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2/3 - x + 5/4 - x. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഇതിൻ്റെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? 1/3 ആണ്. നമ്മൾ ആദ്യം ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോ 1/3 പ്ലസ് ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1/4 എന്ന് വരും. ഓക്കെ, 1/3 + 1/4 എന്ന് വരും. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് അല്ല, എല്ലാണത്. ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 3ഉം ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 4ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടെണ്ണത്തിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്കറിയാം. അതിൻ്റെ അഡീഷനാണ് നമുക്ക് മൂന്നാമത് നമ്മളോട് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടെത്താൻ പറഞ്ഞ സീരീസ്. സോ നമുക്ക് ഇതിൻ്റെ എന്തെടുത്താൽ മതി? മിനിമം ഓഫ് 3,4 എടുത്താൽ മതി. മിനിമം ഓഫ് 3,4 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. അപ്പോൾ 2 പവർ സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 2 പവർ സീരീസും നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടെത്തി. അങ്ങനെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടെത്തിയിട്ട് അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് മൂന്നാമത് ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ പവർ സീരീസ് കണ്ടെത്താൻ പറഞ്ഞത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഫസ്റ്റത്തെ പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെയും രണ്ടാമത്തെ പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെയും മിനിമം എടുക്കുക. അതായിരിക്കും എന്ത് വരിക? മൂന്നാമത്തെ 23 - 7x / 3 - x × 4 - xൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അടുത്ത് മൾട്ടിപ്ലൈ ദി ജോമെട്രിക് സീരീസ് ബൈ ഇറ്റ് സെൽഫ് ടു ഗെറ്റ് എ പവർ സീരീസ് ഫോർ 1/1 - x² ഫോർ mod x < 1. അപ്പോൾ ഇവിടെ നമുക്കൊരു പവർ സീരീസ് ജോമെട്രിക് സീരീസ് തന്നിട്ടുണ്ട്. അതിന് ഒരു പവർ സീരീസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. സോ 1/1 - x നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ a(x) എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സിഗ്മ n = 0 to ∞ an x⁻n 1/1 - x എന്ന് എഴുതി. അതേപോലെ b(x) എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു സീരീസ് എടുത്തു. an = bn. anഉം bnഉം എപ്പോഴാണ് ഈക്വൽ ആവുക? 1 ആവും. an = bn = 1 ഫോർ ഓൾ n. ഏത് n എടുത്താലും a-ൻ്റെയും b-ൻ്റെയും ഒക്കെ വാല്യൂ എന്താണ് വരിക? 1 ആണ് വരിക. ദെൻ a(x) ആൻഡ് b(x) കൺവേർജ് അബ്സല്യൂട്ട്ലി. a(x)ഉം b(x)ഉം ഇപ്പോൾ എന്ത് ചെയ്തു? കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണ്. ഫോർ mod x < 1. mod x < 1 ആകുമ്പോൾ അത് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണ്. ആൻഡ് ഹെൻസ് ബൈ ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 പവർ സീരീസ്, 2 പവർ സീരീസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1/1 - x² ആണ്. അപ്പോൾ 1/1 - x എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ നമുക്കറിയാം. അതായത് 1/1 - x എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ നമുക്കറിയാം. നമുക്ക് കിട്ടേണ്ടത് 1 - x² ആണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്താൽ മതി? 1/1 - x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1/1 - x² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ a(x) പറഞ്ഞാൽ എങ്ങനെ എഴുതി? b(x) എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതി? ദെൻ a(x) × b(x) പറഞ്ഞാൽ സിഗ്മ n = 0 to ∞ an x⁻n × സിഗ്മ n = 0 to ∞ bn x⁻n. അതിന് നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് cn x⁻n എന്ന് എഴുതി. ദെൻ c എന്ന് പറഞ്ഞാൽ സിഗ്മ m = 0 to n am bn - m ദാറ്റ്സ് ഈക്വൽ ടു a0 bn. ഇത്രയും ഭാഗം അവിടെ നിർത്തുക. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ അവിടെ ആ ഒരു പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു f(x) × g(x) സിഗ്മ n = 0 to ∞. ഇത്രയും ഭാഗം എന്താണ് വരുന്നത്? an ആണ് വരുന്നത്. അപ്പോൾ an ആയിട്ട് അത് ചൂസ് ചെയ്തു. സോ an ആയിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് m = 0യും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ a0 bn + a1 bn - 1 + എക്സെട്ര + an b0 എന്ന് വന്നു. am bn - 1 എല്ലാം എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത് ആൻസർ. a0 bn a1 bn - 1 അങ്ങനെ എല്ലാം 1 ആണ് വരുന്നത്. സോ 1 + 1 + 1 + എക്സെട്ര n + 1 ടൈംസ് 1 ഉണ്ടാവും. സോ നമുക്ക് ആൻസർ എന്ത് വരും? n + 1 വരും. സോ 1/1 - x² എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? a(x) × b(x) ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതായത് സിഗ്മ n = 0 to ∞ cn x⁻n ചെയ്താൽ മതി. ഇവിടെ c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n + 1 ആണെന്ന് കിട്ടി. ഇതാ
സോ n+1 എന്ന് പറഞ്ഞാൽ എന്നിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 + 2x + 3x² + 4x³ etc. n+1 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള പവർ സീരീസ് ജോമെട്രിക് സീരീസിൻ്റെ ഫോമിലാണോ കിടക്കണത് നോക്കുക. ജോമെട്രിക് സീരീസിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ a/1 - r എന്നുള്ള രൂപത്തിലായിരിക്കും വരിക. എന്നിട്ട് mod r < 1 അല്ലെങ്കിൽ mod x < 1 എന്നാണ് എപ്പോഴും ജോമെട്രിക് സീരീസിൻ്റെ കേസിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 1/1 - x നമുക്ക് 1/1 - x² ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം കൂടി 1/1 - x കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ അവിടെ 1 - x² ആയി. എന്നിട്ട് നമ്മളതിൻ്റെ വാല്യൂസ് കണ്ടെത്തി, പവർ സീരീസിൻ്റെ ഫോർമാറ്റ് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പവർ സീരീസിൻ്റെ ഈ ഒരു സെക്ഷനിൽ എടുക്കുക. താങ്ക് യു.